ഹലോ ഗായ്സ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എ സിനെ പറ്റി. ഞാൻ ഏത് എ സി ആണ് യൂസ് ചെയ്യണം. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന LGയുടെ 110 5-star എ സി ആണ്. സോ അപ്പോൾ ഒരു കമൻറ്റ് ഞാൻ സ്പെസിഫിക്കലി എടുത്ത് കണ്ടായിരുന്നു. ആ കമൻറ്റിൽ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ എ സി ഏതാണ് ഉള്ളത്, ഏത് എ സി ആണ് ഉള്ളത്, ഇതിൽ ഏത് ബ്രാൻഡാണ്, അപ്പം അതിൻ്റെ സ്പെക്സ് എങ്ങനെയാണ്, അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, അപ്പോൾ ഒരാൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടായിരുന്നു. സോ അതിൽ കമൻറ്റിൽ റിപ്ലൈ ചെയ്യണേക്കാൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ മേടിക്കാൻ ഫ്യൂച്ചറിലല്ല ഈ 2024 മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഈ കണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിലും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലെങ്കിലും ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലത്തെ അൺഫിൽറ്റേർഡ് കണ്ടന്റ്സിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ്സ് ചെയ്യുന്നെങ്കിൽ ഈ വീഡിയോ കാണുന്നവർക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ സ്ട്രൈറ്റ് അവേ നമുക്ക് നമ്മുടെ കണ്ടന്റിലോട്ട് കിടക്കാം. എൻ്റെ ഇരിക്കുന്ന LG AC ആണ്, 110 5-star. സോ ഞാൻ അതിന് ഇപ്പം ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, 10 മിനിറ്റ്സ് റേഞ്ച് വരുമായിരിക്കും. ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് കുറച്ച് സെക്ഷൻസ് ആക്കിയിട്ടുണ്ട്. സോ ഫസ്റ്റിൻ്റെ സെക്ഷൻ വെച്ചാൽ റിസർച്ച് ബ്രാൻഡ്സ്. എന്തുകൊണ്ട് LG ഞാൻ എടുത്തു? ഫസ്റ്റ് ഞാൻ എടുത്തതെന്ന് വെച്ചാൽ റിസർച്ച്, എന്തൊക്കെ റിസർച്ച് ഞാൻ ചെയ്തു, പിന്നെ ബ്രാൻഡ്സ്, ഏതൊക്കെ ബ്രാൻഡ്സ് ഞാൻ കൺസിഡർ ചെയ്തു, പിന്നെ എന്തുകൊണ്ട് LG ഞാൻ എടുത്തു, പിന്നെ എത്രയായി കോസ്റ്റ്, എല്ലാം കൂടെ, പിന്നെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, എൻ്റെ പെർഫോമൻസ്, പിന്നെ സർവീസ് കോസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, പിന്നെ എൻ്റെ കൺക്ലൂഷൻ. സോ നമുക്ക് ഫസ്റ്റ് റിസർച്ച് എടുത്തു. അപ്പോൾ 2024 സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ 2023 പകുതിയായപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി 2024 ഇതിനേക്കാളും ചൂട് വരും. ഒബ്വിയസ്ലി ഞാനാണെങ്കിൽ അപ്പോൾ തന്നെ റിസർച്ച് ചെയ്തായിരുന്നു. 2023 ലാസ്റ്റ്, അതായത് ഡിസംബർ നവംബർ സമയത്ത് ഏതെങ്കിലും നല്ലൊരു AC നോക്കിയിട്ട് മേടിച്ച് വയ്ക്കാമെന്ന്. പക്ഷേ ഇഷ്യൂ എന്തെന്ന് വെച്ചാൽ 2023 ലാസ്റ്റ് ആകുമ്പോൾ 2023 മോഡലേ കാണത്തുള്ളൂ. സോ ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തപ്പോൾ മനസ്സിലായി 2024 ജനുവരി സമയത്ത് 2024 പ്രൊഡക്ഷൻ ആരംഭിക്കും. അതായത് പുതിയ 2024 മാനുഫാക്ചറിങ് ഇയർ ഉള്ള പുതിയ ACs വരുമെന്ന് ഞാൻ മനസ്സിലാക്കി. സോ ഞാൻ വിചാരിച്ചു 2024 വരെ വെയിറ്റ് ചെയ്യാം, 24 ജനുവരി ഫെബ്രുവരി സമയത്ത് മേടിക്കാമെന്ന് വിചാരിച്ചു. ആ റിസർച്ച് സെക്ഷൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ 2024 ജനുവരി ഫെബ്രുവരിയിലാണ് ഒരു AC മേടിക്കാനുള്ളതെന്ന് മനസ്സിലായി. അടുത്ത പാട്ടെന്ന് വെച്ചാൽ ബ്രാൻഡ്സ് ആണ്. അപ്പോൾ ഞാൻ കുറേ ബ്രാൻഡ്സ് നോക്കി. നിങ്ങൾക്ക് ഒബ്വിയസ്ലി അറിയാവുന്ന ഡൈക്കിൻ, പിന്നെ പാനസോണിക്, LG, പിന്നെ വിസ്റ്റാർ അല്ല, നമ്മുടെ വോൾട്ടാസ്, പിന്നെ കുറേ ആംസ്റ്റർഡാമോ അങ്ങനെ എന്തൊക്കെയോ ബ്രാൻഡ്സ്, കുറേ ബ്രാൻഡ്സ് നോക്കി. സോ അതിൽ നിന്ന് മനസ്സിലാക്കി എൻ്റെ റൂം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന പോലെ ചെറിയൊരു 100 സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള ചെറിയൊരു റൂമാണ്. സോ എൻ്റെ റൂം എന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റുഡിയോ റൂം, ഇതേപോലെ വീഡിയോസ് ചെയ്യാനും എൻ്റെ വർക്കിങ്ങും എവിടെയാണ് കിടക്കുന്നത്. സോ കുറച്ച് ചെറിയൊരു റൂം ആയതുകൊണ്ട് സൗണ്ട് വലിയ താല്പര്യമില്ല എനിക്ക്. എത്രത്തോളം സൗണ്ട് കുറവായിരിക്കും അത്രത്തോളം നല്ലൊരു AC ആണ് ഞാൻ നോക്കിയത്. സോ ആദ്യം ഞാൻ ഫിൽട്ടർ ഔട്ട് ചെയ്ത സൗണ്ടിൻ്റെ കേസിലാണ് ഫസ്റ്റ് ഫിൽട്ടർ ഔട്ട് ചെയ്തത്. അപ്പം സ്റ്റാർട്ടിങ് വോൾട്ടാസിനൊക്കെ സൗണ്ട് ഞാൻ കേട്ടു. അപ്പം ഞാൻ വോൾട്ടാസിന് ആദ്യം തന്നെ കിണ്ടിക്കളഞ്ഞു. അങ്ങനത്തെ കുറച്ച് ബ്രാൻഡ്സിനെ കിണ്ടിക്കളഞ്ഞു. പിന്നെ വന്നതെന്ന് വെച്ചാൽ, പിന്നെ എൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ എനിക്ക് എന്താണ് 5-star, അതായത് ഒരു ദിവസം 10 hours കൂടുതൽ മിനിമം, ഒരു മൊത്തത്തിൽ ഒരു 1 yearൽ ഒരു 3 months ഡ്യൂറേഷനേക്കാളും കൂടുതൽ നിങ്ങൾ AC ടോട്ടൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 5-star ആണ് ഏറ്റവും എക്കണോമിക്കൽ. അതുപോലെ നമ്മുടെ കൂടുന്ന ചൂടനുസരിച്ച് നമ്മൾ AC കൂടുതൽ യൂസ് ചെയ്യും. കാരണം ഇപ്പോൾ ദുബായ് പോലത്തെ സ്ഥലങ്ങളിൽ എല്ലാ സമയവും ഫുൾ ടൈം വീട് തന്നെ ഫുള്ളി എയർ കണ്ടീഷൻ, അതേപോലെ നമ്മളും ആവും. സോ ഞാൻ വിചാരിച്ചു എന്തോ ഒരു 5-star തന്നെ മേടിച്ച് കളയാം. കാരണം പ്രൈസ് ഡിഫറൻസ് ഉണ്ട്, ഇല്ലെന്നല്ല, പക്ഷേ ഓവർ ദ ലോങ് പീരീഡ് ഓഫ് ടൈം ഇറ്റ് വിൽ കവർ അപ്പ്. അതുകൊണ്ട് ഞാൻ 5-star തന്നെ ഓപ്റ്റ് ചെയ്തു. സോ 5-star ആണ് പിന്നത്തെ പ്രയോറിറ്റി. 5-star നോക്കിയപ്പോൾ പാനസോണിക് ഉണ്ടായിരുന്നു, LG ഉണ്ടായിരുന്നു, പിന്നെ ഡൈക്കിൻ ഉണ്ടായിരുന്നു. ഈ 3 ഷോർട്ട് ലിസ്റ്റായി. ഈ 3 സർവീസ് ആയാലും ഇവിടുത്തെ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ബ്ലൂ സ്റ്റാറും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 4 സർവീസും കാര്യങ്ങളൊക്കെ ഒരുവിധം ഓക്കെ ആണെന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെ എൻ്റെ ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ AC സ്മാർട്ട് ആയിരിക്കണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പം എൻ്റെ ബഡ്ജറ്റ് എന്ന് വെച്ചാൽ 30 to 40 റേഞ്ചാണ്. അപ്പോൾ ഈ 30 to 40 റേഞ്ചിൽ സ്മാർട്ടായിട്ടുള്ളത് ഡൈക്കിൻ സ്മാർട്ട് അല്ല, പിന്നെ പാനസോണിക് സ്മാർട്ടാണ്, LG സ്മാർട്ടാണ്. ഈ 40 എബോവ് പോവേണ്ടി വരും. ഈ 5-star 110 ആണ്. എൻ്റെ റൂം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ചെറിയ റൂം ആയതുകൊണ്ട് 110 ആവശ്യമേ ഉള്ളൂ. പിന്നെ ഒരു ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ കൺവേർട്ടിബിൾ AC ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ചെറിയ റൂം ആയതുകൊണ്ട് തന്നെ 110 ഫുൾ എഫിഷ്യൻസി പവർ എനിക്ക് ഈ റൂമിൽ ആവശ്യമില്ല. സോ കൺവേർട്ടിബിൾ AC ആക്കുമ്പോൾ നമുക്കതിനെ കപ്പാസിറ്റി കുറയ്ക്കാം. അതായത് ഇപ്പം 800 കിലോഗ്രാം ആക്കാം. അത് 110 1000 കിലോഗ്രാം, അതിന് 800 കിലോഗ്രാം ആക്കാം, 600 ആക്കാം, 400 ആക്കാം. അപ്പോൾ അത്രയ്ക്കുള്ള കൂളിങ്ങേ വരത്തുള്ളൂ, അത്രയ്ക്കുള്ള പവർ കൺസപ്ഷനേ വരത്തുള്ളൂ. സോ പവർ കൺസപ്ഷൻ കുറയ്ക്കാൻ പറ്റും. ഈ ഡൈക്കിനെ ഞാൻ എക്സ്ക്ലൂഡ് ചെയ്യും. ഡൈക്കിനാണ് ഏറ്റവും ബെസ്റ്റ് AC ടെക്നോളജീസിൽ ഏറ്റവും ബെസ്റ്റ് സാധനം ഡൈക്കിനാണ്.
പക്ഷെ അതിൽ കൺവേർട്ടിബിളും ഈ സ്മാർട്ട് ഫീച്ചേഴ്സും കുറേയൊക്കെ കുറവായതുകൊണ്ട് കൺവേർട്ടിബിൾ ഫാക്ടറാണ് ഡൈക്കിന് ഞാൻ അവോയ്ഡ് ചെയ്യാനുള്ള കാര്യം. പിന്നെ വന്ന് നോക്കിയപ്പോൾ മെയിൻ ആയിട്ടുള്ളത് ഏതാണ്, പാനസോണിക്കും എൽ ജിയുമാണ്. പാനസോണിക്കിന്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ഇഷ്യൂ ആയിട്ടല്ല, പാനസോണിക്കിന്റെ ലൈക്ക് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, ബ്ലൂഫിന്, പിന്നെ 30 to 40 റേഞ്ചിൽ സ്മാർട്ടായിട്ട് വരുന്ന സംഭവങ്ങളെല്ലാം ഉണ്ട്, ഫോൺ ലാപ്പ് എല്ലാം ഉണ്ട്. പിന്നെ ഞാൻ നോക്കി എന്തിനാണ് ഞാൻ സ്മാർട്ട് നോക്കുന്നത്, സ്മാർട്ടിന്റെ ആവശ്യം ഉണ്ടെന്ന് നോക്കിയപ്പോൾ എൻ്റെ മെയിൻ ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ അലക്സ അതിൽ എനേബിൾ ആവണം, പിന്നെ പവർ കൺസപ്ഷൻ എത്ര എന്ന് പറയണം. ഈ 2 കാര്യങ്ങൾ മതി. ഈ 2 കാര്യങ്ങളാണ് എന്നെ ഉദ്ദേശിച്ച് ഞാൻ സ്മാർട്ട് എന്ന് ഉദ്ദേശിപ്പിക്കുന്നത്. ലൈക്ക് ഓരോരുത്തർക്ക് ഓരോ പെർസ്പെക്റ്റീവ് ആയിരിക്കും. ചിലർക്ക് വേറെ തരത്തിലായിരിക്കും അതിന് യൂസ് ചെയ്യുന്നത്. പക്ഷേ എന്നെ ഉദ്ദേശിച്ച് സ്മാർട്ട് എന്ന് വെച്ചാൽ നമുക്ക് പവർ കൺസപ്ഷൻ അറിയാൻ പറ്റണം. മെയിൻ ഫസ്റ്റ് ക്രൈറ്റീരിയ പവർ കൺസപ്ഷൻ അറിയാൻ പറ്റണം. അത് മാത്രമാണ് എന്നെ ഉദ്ദേശിച്ച് സ്മാർട്ട് എന്ന് വെച്ചാൽ. അലക്സയിൽ എനേബിൾ ആവണം. പവർ കൺസപ്ഷൻ അറിയാൻ പറ്റണം, അലക്സയിൽ എനേബിൾ ആവണം. അപ്പം ഞാൻ വിചാരിച്ച് ഓക്കെ, അപ്പോൾ പാനസോണിക്കിൽ ഗോ ചെയ്യാം. അപ്പം നോക്കിയാൽ പാനസോണിക്കിൽ ഡെസിബിൾസ് കുറച്ച് കൂടുതലാണ്, സൗണ്ട് കുറച്ച് കൂടുതലാണ് സ്മാർട്ടിന്. മറ്റതിനും ആ റേഞ്ച് തന്നെയാണ്, സ്മാർട്ടിന് 30 to 40 റേഞ്ച്. പക്ഷേ എൽ ജി നോക്കിയപ്പോൾ ഡെസിബിൾസ് കുറവാണ്. അപ്പോൾ പാനസോണിക് എൽ ജിയാണ് ലാസ്റ്റ് വന്നത്. അപ്പോൾ പാനസോണിക്കിന് നേരത്തെ പറഞ്ഞ സ്മാർട്ട് ഫീച്ചേഴ്സ് 30 to 40 റേഞ്ചിൽ ഉണ്ടെങ്കിൽ പോലും, വൈഫൈ കണക്ടിവിറ്റി എല്ലാം ഉണ്ടെങ്കിൽ പോലും എൽ ജി ആണ് ഞാൻ പിക്ക് ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു, എന്നെ സംബന്ധിച്ച് നേരത്തെ ഞാൻ പറഞ്ഞ സ്മാർട്ട് ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ പവർ കൺസപ്ഷൻ അറിയാൻ പറ്റണം, അലക്സിൽ എനേബിൾ ആവണം. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കൊരു വിപ്രോ ബ്രാൻഡ് അറിയാമല്ലോ, ആ ബ്രാൻഡിൻ്റെ ഒരു സ്മാർട്ട് കണക്ടർ ഉണ്ട്. ആ കണക്ടറിൽ ഈ ഒരു പവർ എൽ ജിയുടെ സാധനം കുത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പവർ കൺസപ്ഷനും അറിയാൻ പറ്റും, നമുക്ക് അലക്സിൽ എനേബിൾ ആകും. സോ ഞാൻ എൽ ജിയിലോട്ട് ഗോ ചെയ്തു. കാരണം എൽ ജിയിലോട്ട് ഗോ ചെയ്യാനുള്ള വൺ ഓഫ് ദ റീസൺസ് സൗണ്ട് പാനസോണിക്കിനേക്കാളും കുറവാണ് എൽ ജിക്ക്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റുഡിയോ റൂമാണ്, സോ സൗണ്ട് എത്രമാത്രം കുറയുന്നു അത്രമാത്രം നല്ലതാണ് ലൈക്ക് എ സിയുടെ കാര്യത്തിൽ. അപ്പം അതുകൊണ്ടാണ് എൽ ജി എടുത്തത്. ഇനി അടുത്ത സെക്ഷൻ എന്ന് വെച്ചാൽ കോസ്റ്റ്. എനിക്കെല്ലാം കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 30 to 40 റേഞ്ചാണ് ഞാൻ ആദ്യം ഇനിഷ്യലി വച്ചിരുന്നത്. ആൻഡ് എൽ ജി AC 110 5 സ്റ്റാർ 2024 മോഡൽ എനിക്ക് കോസ്റ്റ് ചെയ്തത് 37 എ സിക്ക് മാത്രം, പ്ലസ് ഇൻവേർട്ടർ പ്ലസ് ഇൻസ്റ്റലേഷൻ ചാർജ് എല്ലാം കൂടെ എനിക്ക് 41 അടുപ്പിച്ചായി. ഏതാണ് 37 പ്ലസ് 1500 ഇൻവേർട്ടർ പ്ലസ് 1200 സംതിങ് ഇൻസ്റ്റലേഷൻ, ഇതെല്ലാം കൂടെ ചേർത്തൊരു 41 ആ റേഞ്ചാണ് എനിക്ക് മൊത്തത്തിലായത്. അപ്പോൾ അടുത്ത പെർഫോമൻസ് ഒന്നും പറയില്ല. അവർ പറഞ്ഞതുപോലെ തന്നെ ഞാൻ 110 യൂസ് ചെയ്യത്തില്ല, എപ്പോഴും കൺവേർട്ടിബിൾ മോഡിൽ 400 കിലോഗ്രാമാണ് യൂസ് ചെയ്യുന്നത്. ലൈക്ക് 40% മാത്രമേ ഞാൻ യൂസ് ചെയ്യത്തുള്ളൂ. അത് യൂസ് ചെയ്യുമ്പോൾ നല്ല പെർഫോമൻസ് ഉണ്ട്. എൻ്റെ റൂം 110 ലിറ്റർ യൂസ് ചെയ്താൽ പെട്ടെന്ന് തണുക്കും, ഒരു 5 മിനിറ്റ് തന്നെ തണുക്കും. ഹൈപ്പർ കൂളിംഗ് എന്ന് പറഞ്ഞ ടെക്നോളജി ഉണ്ട് 1.1 ടൺ, അതായത് എ സി കുറച്ചുകൂടെ പുഷ് ചെയ്യും, പവർ കുറച്ചുകൂടെ കൺസപ്ഷൻ ചെയ്തതിന് ശേഷം പെട്ടെന്ന് ഇൻസ്റ്റന്റ് കൂളിംഗ് എന്നൊക്കെ ഓരോ എ സിക്ക് ഓരോ ടൈപ്പാണ്. അപ്പോൾ ഇതിൽ ഇൻസ്റ്റന്റ് കൂളിംഗ് മോഡുണ്ട്, പക്ഷേ ഞാൻ അത് വലുതായിട്ട് യൂസ് ചെയ്യാറില്ല. ഭയങ്കര ചൂടായിട്ട് എനിക്ക് അസഹനീയമായി ചൂടാകുമ്പോഴേ അത് യൂസ് ചെയ്യാറുള്ളൂ. ഈ 110 AC ഞാൻ 0.4, അതായത് നമ്മൾ 400 കിലോഗ്രാം കപ്പാസിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്, 40% എഫിഷ്യൻസിയിലാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ആൻഡ് വിത്തിൻ എ സ്പാൻ ഓഫ് ലൈക്ക് 10 മിനിറ്റ്സിൽ എൻ്റെ റൂം നല്ല വൃത്തി കൂളിംഗ് ആവും. ഞാൻ മോസ്റ്റ്ലി 26-27 റേഞ്ചാണ് ഇടുന്നത്. പുറത്തിപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ 36, 35, 30 ആ 30s അബവ് ആണ് ഫുൾ ടെമ്പറേച്ചർ പോകുന്നത്. സോ 26 ഈസ് മോർ ദാൻ അഡ്യൂക്കേറ്റ് ഫോർ മീ. സോ പെർഫോമൻസിനെ പറ്റി ഒന്നും പറയാനില്ല. അവർ പറഞ്ഞതുപോലെ ഡെസിബിൾസ് വളരെ കുറവാണ്. എനിക്ക് AC ഒരു 0.4 ലൈക്ക് 110 ലിറ്റർ ഫാന് കുറച്ച് സ്ലീപ്പ് മോഡിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ AC ഇട്ടേക്കണമെന്നേ അറിയില്ല, ഭയങ്കര സൈലൻസ്, പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് കേൾക്കാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ഇവിടെ LED ലൈക്ക് റിംഗ് ലൈറ്റ് തന്നെ പ്രവർത്തിപ്പിച്ചേക്കണം, അതിലുള്ള ചെറിയൊരു മൂളൽ പോലും എനിക്ക് നല്ല വൃത്തിയാക്കി. AC ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ACയുടെ സൗണ്ട് ഒന്നുമേ കേൾക്കത്തില്ല. എൻ്റെ വോയിസ് എനിക്ക് റിവർബ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, വേറെ ഒന്നും തന്നെ കേൾക്കത്തില്ല. അതുകൊണ്ട് നല്ല പെർഫോമൻസ് ഉണ്ട്. LG നിങ്ങൾ മേടിക്കണമെങ്കിൽ സൗണ്ടിൻ്റെ കാര്യത്തിൽ ഒന്നും നോക്കണ്ട, സൗണ്ടിൽ നിന്ന് സാധനമേ കേൾക്കത്തില്ല അതിൽ നിന്ന്. അടുത്ത വന്ന സർവീസ്. അപ്പോൾ LGക്ക് നല്ല സർവീസ് ഉണ്ട്. സംഭവം എന്ന് വെച്ചാൽ അവർ ഇങ്ങോട്ട് വിളിച്ചാണ് ഇന്നതായി സാർ അന്നതായി സാർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് വിളിച്ചാണ് കാര്യങ്ങളെല്ലാം പറയുന്നത്. മറ്റേ ബ്ലൂ സ്റ്റാറൊക്കെ ഞാൻ അന്വേഷിച്ചപ്പം സർവീസ് കുറച്ച് ഡിമ്മാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ LGയുടെ സർവീസ് ഒരു രക്ഷയില്ല. അവരെന്തുണ്ടെങ്കിലും വിളിച്ച് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഇന്ന ഇൻസ്റ്റലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന എയർ പ്യൂരിഫയർ ഇതാക്കണം. ഞാൻ കുറേ പേർക്ക് ചോദിച്ചു, LG എടുത്ത് മിക്കവരും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ സർവീസ് അടിപൊളിയാണ്. സോ സർവീസിൻ്റെ കാര്യം നിങ്ങളുടെ റീജിയൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ബട്ട് സ്റ്റിൽ LGക്ക് ഒരുവിധം നല്ല കണക്ടിവിറ്റി ഉണ്ട്. കാരണം കുറേ പ്രൊഡക്ട്സ് ഉണ്ട്. അവരുടെ സർവീസ് സ്റ്റേഷൻസും സർവീസ് സപ്പോർട്ട് സെൻറ്റേഴ്സും ഭയങ്കര ഫ്ലെക്സിബിൾ ആൻഡ് ഡൈനാമിക് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ പേടിക്കുക വേണ്ട. LGക്ക് സർവീസ് അടിപൊളിയാണ്. പിന്നെ പറഞ്ഞ കൺക്ലൂഷൻ. സോ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് AC വേണോ മേടിക്കാൻ നിങ്ങളുടെ പേർപ്പസിന് മീറ്റ് ചെയ്യുന്നതില്ല. ഞാൻ LG എടുത്തത് കുറച്ച് റേറ്റ് കൂടുതലാണ്, ഐ ഡു നോ ദാറ്റ്. ബട്ട് സ്റ്റിൽ പാനസോണിക് ഇതും വെച്ച് നോക്കുമ്പോൾ പാനസോണിക് സ്മാർട്ട് ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലും ഈ ഒരു വിപ്രോയുടെ സാധനം കുത്തിയപ്പോൾ ഇതും സ്മാർട്ടായി. സോ എൻ്റെ നീഡ്സ് അത് ഫുൾഫിൽ ചെയ്തു. സോ ഇതൊക്കെയാണ് ഞാൻ AC മേടിച്ചപ്പോൾ എനിക്കുള്ള കൺക്ലൂഷൻ. സോ നിങ്ങൾ ഏതാണ് AC മേടിച്ചേക്കുന്നത്, അതിനെപ്പറ്റിയുള്ള വെയർബോട്ട്സും നിങ്ങളുടെ തോട്ട്സും, നിങ്ങൾ AC മേടിച്ചിട്ടുള്ള ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടോ ഇല്ലയോ? എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് ഇതുവരെ ഇല്ല. ഞാൻ മേടിച്ചിട്ടൊരു
ഞാൻ ജനുവരിയിലാണ് മേടിച്ചത്. സംഭവം ഇപ്പോൾ ഞാൻ മേടിച്ചിട്ട് ഇപ്പം എത്ര 2-3-4 മന്ത്സ് അടുപ്പിച്ചായി. സോ ഇതുവരെ വേറെ പ്രശ്നമൊന്നുമില്ല, നല്ല കൂളിംഗ് ഉണ്ട്, എല്ലാ പെർഫോമൻസും അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ തോട്ട്സും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ വർഷം AC എടുക്കുന്നവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ കമൻറ്റ് ഇട്ടത് പുള്ളിക്കാരന് വേണ്ടിയാണ് ഈ വീഡിയോ മെയിൻലി ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ളവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തുള്ള അൺഫിൽറ്റഡ് കണ്ടന്റ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു അൺഫിൽറ്റഡ് കണ്ടന്റുമായി ഞാൻ വരുന്നത് വരെ ദിസ് ഇസ് യുവർ സ്പോയ് സൈനിങ് ഔട്ട്. ടാറ്റാ ഗൈസ്.